നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. 2024 ആദ്യ 3 മാസങ്ങളിൽ മലയാള സിനിമകൾ 1000 കോടി രൂപ കളക്ഷൻ നേടി, 2000 കോടി കളക്ഷൻ നേടി എന്നൊക്കെയുള്ള തള്ളുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇഡിയുടെ മലയാള സിനിമയിലെ കള്ളപ്പണ ഇടപാടിനെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയതോടെ സ്വിച്ച് ഇട്ടതുപോലെ നിന്നു. പകരം മലയാള സിനിമയിലെ അവസാന ഹിറ്റ് സിനിമ 2000-ൽ ഇറങ്ങിയ കിന്നാരത്തുമ്പി ആയിരുന്നു എന്നും പറയാൻ തുടങ്ങി. ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളിലും കള്ളക്കളി നടക്കുന്നതായി ഇഡിക്ക് മുൻപാകെ ചില പരാതികൾ ലഭിച്ചതായി പരാമർശമുണ്ട്. പ്രദർശനത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഹൗസ്ഫുള്ളായി കാണിക്കുന്ന സ്ക്രീനുകൾ പകുതിയിലേറെ ഒഴിഞ്ഞുകിടക്കുന്ന ചിത്രങ്ങൾ സഹിതമാണ് ഇപ്പോൾ ഇഡിക്ക് പരാതി ലഭിച്ചിരിക്കുന്നത്. ഇഡിയുടെ അന്വേഷണം ശക്തമായി നടന്നാൽ ഇനി ഒരിക്കലും മലയാള സിനിമയിൽ 50 കോടി, 100 കോടി, 200 കോടി തള്ളുകൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പാണ്. കള്ളപ്പണ ഇടപാടും തീവ്രവാദി ഫണ്ടിങ്ങും ഒക്കെ നിരീക്ഷിക്കുന്ന ദ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് FATF എന്ന അന്താരാഷ്ട്ര സംഘടനയിൽ എല്ലാ രാജ്യങ്ങളും അംഗമായതുകൊണ്ട് തന്നെ ഗൾഫിൽ നിന്ന് മലയാള സിനിമ 100 കോടി നേടി, നിക്കാരാഗോയിൽ നിന്ന് 50 കോടി നേടി, അന്റാർട്ടിക്കയിൽ നിന്ന് 30 കോടി നേടി എന്നൊക്കെ പറയാൻ ഇനി കഴിയില്ല. തങ്ങളുടെ രാജ്യങ്ങളെ ഉപയോഗിച്ച് കള്ളപ്പണം വെളുപ്പിക്കുക, തീവ്രവാദി ഫണ്ടിംഗ് നടത്തുക തുടങ്ങിയവ ചെയ്താൽ ആ രാജ്യങ്ങൾ കരിമ്പട്ടികയിൽപ്പെടും എന്നതുകൊണ്ട് തന്നെ ആ രാജ്യങ്ങളെ ഉപയോഗിച്ച് കള്ളപ്പണം വെളുപ്പിക്കാൻ ഇനി ആകില്ല. മലയാള സിനിമാക്കാരെ കൊണ്ടുപോയി വിദേശ രാജ്യങ്ങളിൽ വെച്ച് നടക്കുന്ന ഉഡായിപ്പ് പരിപാടികളെക്കുറിച്ചും അന്വേഷണം നടക്കുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വർഷങ്ങളായി സിനിമയൊന്നും ഇല്ലെങ്കിലും ചില അഭിനേതാക്കൾ എപ്പോഴും ഗൾഫ് ഷോകളിലാണ്. ഇവരെ ഉപയോഗിച്ച് നടത്തുന്ന ഇടപാടുകളും പുറത്തു വരും എന്ന് കരുതപ്പെടുന്നു. 50ഉം 100ഉം 200ഉം കോടികൾ എന്ന പേരിൽ വരുന്ന മലയാള സിനിമകളുടെ കളക്ഷൻ കള്ളക്കണക്കാണോ എന്ന സംശയം ശക്തമായത് മഞ്ഞുമൽ ബോയ്സ് വിവാദത്തിലൂടെയാണ്. ചിത്രം കള്ളപ്പണം വെളുപ്പിച്ചെന്ന പരാതിക്കുമേൽ അന്വേഷണം നടക്കുന്ന വേളയിൽ 2 നിർമ്മാതാക്കൾ കൂടി ഇഡിക്ക് മുൻപാകെ വിവരങ്ങൾ സമർപ്പിച്ചിരുന്നു. കളക്ഷൻ യാഥാർത്ഥ്യത്തെക്കാൾ മുകളിൽ ഉയർത്തിക്കാണിച്ചും റേറ്റിംഗ് കൂട്ടിയെന്ന നിലയിൽ വരുത്തി തീർത്ത് പ്രേക്ഷകരെ തിയേറ്ററിൽ എത്തിക്കാനും ഒരു ലോബി പ്രവർത്തിക്കുന്നതായി ഇവർ കൈമാറിയ വിവരത്തിൽ ഉൾപ്പെടുന്നതായും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. സിനിമയുടെ കളക്ഷൻ പെരുപ്പിച്ചു കാണിക്കുന്ന നിർമ്മാതാക്കൾക്കെതിരെ താക്കീതുമായി കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. മലയാള സിനിമയ്ക്ക് ഈ പ്രവണത ഗുണകരമല്ലെന്നും ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്നും അസോസിയേഷൻ അറിയിച്ചു. കൊച്ചിയിൽ ചേർന്ന കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭരണസമിതി യോഗത്തിലാണ് തീരുമാനം എടുത്തത്. കളക്ഷൻ പെരുപ്പിച്ചു കാണിക്കാൻ ഇടനിലക്കാരായി നിൽക്കുന്ന PR ഏജൻസികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് നിർമ്മാതാക്കളുടെ സംഘടന അറിയിച്ചു. എന്തായാലും ഷേവ് മലയാളം സിനിമ, ന്യൂനപക്ഷ പീഡനം, ഷേവ് സുഡാപ്പിക്ക, ഷേവ് സൗബിനിക്ക തുടങ്ങിയ നിലവിളികൾ സെറ്റ് ചെയ്തു വെച്ചോളൂ. എന്തായാലും ഇനിയുള്ള കാലം മലയാളം സിനിമയിൽ നഷ്ടങ്ങളുടെ കണക്ക് മാത്രം. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.